ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ ടാലൻസ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആണ്. കാരണം നമ്മൾ ഗ്ലാസ് പെയിന്റിങ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നല്ല അടിപൊളി ഗ്ലാസ് പെയിന്റിങ്. അപ്പോൾ ഈ ഗ്ലാസ് പെയിന്റിങ് കുറച്ച് ഹെവി പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ചെറിയ വെർഷൻ നമുക്ക് ചെയ്തു നോക്കിയാലോ ഇന്നത്തെ എപ്പിസോഡിലൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സുഹൃത്തുക്കൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് വെക്കാനോ ഇതൊക്കെ അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. വളരെ നിസ്സാരമായിട്ട് കണ്ട ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും നല്ല വെറുത്തായിരിക്കും. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ഇത് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, അതായത് നമ്മൾ ഗ്ലാസ്സിലല്ല ചെയ്യുന്നത്, ഗ്ലാസ്സിന് പകരം നമ്മൾ OHP ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷീറ്റ് ഉണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിങ്ങനെ പള സൗണ്ട് ഉണ്ടാവുന്ന ഒരു OHP ഷീറ്റ് എന്ന് പറയും. OHP ഷീറ്റിന്റെ ഫുൾ ഫോം ഓവർ ഹെഡ് പ്രൊജക്ടർ ഷീറ്റ് എന്നാണ് അതിന്റെ പേര്. ഫുൾ ഫോം ട്രാൻസ്പെറൻ്റ് ആണ്. ഇതൊരു A4 സൈസിലുള്ള OHP ഷീറ്റ് ആണ്. ഇതാണ് ഒരു ഐറ്റം. കാരണം നമ്മൾ ഇതിലാണ് നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഇനി നമുക്ക് വേണ്ടത് എന്താണോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമുള്ള ഒരു പിക്ചർ നമുക്ക് ആവശ്യമുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ് പിക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പിക്ചർ കിട്ടും. ഫ്ലവറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഫ്ലവറിൽ ഇതുപോലെ തന്നെ ഇത് സിമ്പിളാണ്. സിമ്പിൾ ആണല്ലോ ആദ്യം എടുക്കേണ്ടത്. നമ്മൾ ഹെവി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടുള്ള താല്പര്യം നമുക്ക് പോകും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫ്ലവർ വിത്ത് ലീഫായിട്ടുള്ള ഒരു പിക്ചറാണ്. അതും A4 ഷീറ്റിലാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഔട്ട്ലൈൻ മാത്രമുള്ളത്, അതായത് കളർ ഉണ്ടാവാൻ പാടില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമുള്ള ഒരു പിക്ചർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേണ്ടത് മെയിൻ ഐറ്റമാണ്. മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കളർ ചെയ്യാനും അതുപോലെ ഇത് സെറ്റ് ചെയ്യാനും വേണ്ട ഒരു മെയിൻ ഐറ്റം കളറ്. അതാണ് നമുക്കിനി വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് 2 പാക്കറ്റ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ചെറുത്, ഒന്ന് വലുത്. ഓക്കെ, 2 സെയിം തന്നെയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതിൽ കുറച്ചുള്ള, വലുതിൽ കൂടുതലുണ്ട്. അപ്പോൾ വലുതെടുത്തോളൂ, അതാണ് ലാഭം. കാരണം അതിൽ കൂടുതലുണ്ട്. നമുക്ക് ഈ ചെറുതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ആദ്യം നോക്കാം. എത്ര കളേഴ്സ് ഉണ്ട്, ഏതൊക്കെ കളറുകളാണ് ഉള്ളതെന്നുള്ളത് ആദ്യം നോക്കാം. ഇത് ഗ്ലാസ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റിൽ കിട്ടുക. ഓക്കെ, ഇതാണ് നമുക്ക് ഗ്ലാസ് പെയിൻറ്റിങ് പോലെ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഒരു മെയിൻ ഐറ്റം. ഇതാ കണ്ടോ, ഇതുപോലെയുള്ള ബോട്ടിലുകളിലാണ് നമുക്ക് ഇങ്ക് കിട്ടുക. ഇപ്പോൾ ഇതിൽ ബ്രൗൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അതുപോലെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട്. അത്യാവശ്യം വേണ്ട കളറുകളൊക്കെ ഈ ചെറിയ പാക്കറ്റിലുണ്ട് കേട്ടോ. 6 എണ്ണമാണ് നമുക്ക് കളേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സംശയം ഇതെന്താണെന്നായിരിക്കും. നമ്മൾ ഈ പിക്ചർ എടുക്കുന്നുണ്ടല്ലോ, ഈ പിക്ചറിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്ന ആ ഒരു കളറാണ് ഇത്. ഓക്കെ, ഔട്ട്ലൈനറാണിത്. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഈ കളറുകൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ സ്ട്രോങ് ആയിട്ട് ഇരുന്നാലാണ് കളറുകൾ പുറത്തേക്ക് പോകാതിരിക്കുള്ളൂ. അപ്പോൾ ആ ഔട്ട്ലൈനാണ് ഈ പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് ബ്ലാക്ക് കളറിലാണ് ഔട്ട്ലൈനർ ഉണ്ടാവുക. ഓക്കെ, കണ്ടോ, ഇതേപോലെ ഒരു ട്യൂബിലായിരിക്കും വരിക. ഇതിൻ്റെ തുമ്പത്ത് നമുക്ക് ഷാർപ്പായിട്ട് ലൈൻ വരയ്ക്കാനായിട്ട് ഒരു നിബ് കൂടി ഉണ്ടാവും. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ ഒരു ചെറിയ പാക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെറിയ പാക്കറ്റ് കണ്ടു. ഇനി ഇത് നമുക്ക് വലിയ പാക്കറ്റിൽ എന്താണെന്ന് നോക്കാം. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ കളേഴ്സ് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. പിന്നെ ഔട്ട്ലൈനർ സെയിം സിംഗിൾ പീസ്. അതുപോലെ കളറുകൾ 10 കളറുകൾ ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ കണ്ടതിൽ 6 കളറാണെങ്കിൽ ഇതിലൊരു 10 കളർ ഉണ്ടാവും. ചെറുതായാലും വലുതായാലും നമ്മുടെ ഓപ്ഷനാണ്. നമ്മൾ എടുക്കുന്ന പിക്ചറിന് എത്ര കളർ വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇത് വാങ്ങാം. ഇപ്പോൾ ഈ വലിയ പാക്കറ്റിന് 100 രൂപയാണ് വില, ചെറുതിന് 80 രൂപ. 20 രൂപയുടെ വ്യത്യാസമാണ് രണ്ടും തമ്മിലുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് വേണ്ടത് ഒന്നുമില്ല, ജസ്റ്റ് ആ പിക്ചർ ആ OHP ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് സെല്ലോ ടൈപ്പോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മാസ്കിൻ ടൈപ്പോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ ചെറിയ 2-3 പീസുകൾ മതി. അതൊന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ എന്തെങ്കിലും സെല്ലോ ടൈപ്പോ അല്ലെങ്കിൽ മാസ്കിൻ ടൈപ്പിൻ്റെ സംഭവം. പിന്നെ വേണ്ടത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും
വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഒരു പിന്ന്. അത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സേഫ്റ്റി പിന്നാണ്. നിങ്ങൾക്ക് മുട്ട സൂചിയോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സിം വരുന്ന പിന്നോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. കാരണം അതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത് ചെയ്യുമ്പോഴാണ് നമുക്കത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ OHP ഷീറ്റ് നമ്മുടെ ഈ പിക്ചർ ഉണ്ടല്ലോ, ഈ പിക്ചറിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 എഡ്ജുകളിൽ മാത്രം ഒട്ടിച്ചാൽ മതി. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ 4 എൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 4 സൈഡും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇത് പോവില്ല. ഇപ്പോൾ നമ്മുടെ പിക്ചർ അടിയിലും OHP ഷീറ്റ് മുകളിലുമായിട്ട് നമ്മളത് 4 അതിലും ഒട്ടിച്ചെടുത്തു. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിൽ ഔട്ട്ലൈൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ബ്ലാക്ക് ഔട്ട്ലൈനർ ഉണ്ടോ, ബ്ലാക്ക് ഔട്ട്ലൈനർ, ഈ ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് തുറക്കുക. അപ്പോൾ അതിൽ നമ്മളൊരു ഹോൾ ഇട്ടു. ഇനി ഈ ഒരു ടോപ്പ് ഇതിലേക്ക് പിടിപ്പിക്കണം. ഓക്കെ, അതിനുശേഷം ഈ ടോപ്പിൻ്റെ മുകളിൽ ഒരു അടപ്പുണ്ടായിരിക്കും, അത് ഊരിയെടുക്കുക. ഇതൊക്കെ സിമ്പിൾ സംഭവങ്ങളാണ്, എന്നാലും ജസ്റ്റ് പറയുന്നതെന്നുള്ളൂ. ഇതിങ്ങനെ ഊരിയെടുക്കുക. കണ്ടോ, ഇപ്പോഴിത് വളരെ ഷാർപ്പായി. കണ്ടോ, ഇനി ഈ ഒരു നിപ്പി കൂടെ ആയിരിക്കും ഈ ഒരു ഇങ്ക് വരിക. അപ്പോൾ നമുക്ക് അത്രയും പോയിൻ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഔട്ട്ലൈൻ ഈ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഇതൊരു വരമ്പ് പോലെയാണ് ഇങ്ങനെ ഇതിൽ നിൽക്കുക. എന്നാലാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഇങ്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിലൂടെ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ആ ലൈനിൽ കൂടെ തന്നെ ഉണ്ടോ ഔട്ട്ലൈൻ ചെയ്തു പോവാം. ഇനി ഇതിനുള്ളിലെ പെലയുടെ ഔട്ട്ലൈൻ ഇട്ടു. ഇനി ഇതിനുള്ളിൽ കാണുന്ന ആ ഒരു ലൈൻസൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇടണം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇലയുടെ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കൈ ഇവിടെ ടച്ച് ആവാതെ നോക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പൂവ് ചെയ്യാൻ പോകണം. ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വിട്ടുപോയതൊക്കെ ഒന്നും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഇടയ്ക്ക് മഷി നല്ല കട്ടയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പിക്ചർ ആകെ കുഴപ്പത്തിലാവും. ചിലപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ എല്ലാം കൂടി തള്ളി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. ഔട്ട്ലൈൻ ഇടൽ വളരെ പതുക്കെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്.
നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും. 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവും കേട്ടോ. ഈ ഒരു പിക്ചറിൻ്റെ ഔട്ട്ലൈൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് OHP ഷീറ്റിലാണ് കണ്ടോ. ഇതിൻ്റെ അടിയിലാണ് ശരിക്കുള്ള പിക്ചർ ഇരിക്കുന്നത്. നമ്മളതിൻ്റെ മുകളിൽ ഒരു ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മൾ കളർ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഓരോ സംഭവത്തിന് ഏതൊക്കെ കളർ വേണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇലകൾക്ക് പച്ചയാണ്, അപ്പോൾ നമ്മൾ പച്ച ഫില്ല് ചെയ്യണു. പൂക്കൾക്ക് മഞ്ഞയും ചുവപ്പ് പിങ്ക് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കളർ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് നോക്കാം. ഓരോ ഐറ്റത്തിനും ഓരോ കളർ ഉണ്ടല്ലോ. ഇപ്പോൾ ഇലകൾക്ക് പച്ച, പൂക്കൾക്ക് മഞ്ഞയാവാം, ചുവപ്പാവാം, പിങ്ക് ആവാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ കൊടുക്കാനുള്ള കളറ് നമ്മൾ ആദ്യം തന്നെ എടുക്കുക. ഇപ്പോൾ ഗ്രീനാണ് നമ്മുടെ ഇലകൾക്ക് വരുന്നത്, ഗ്രീനാണല്ലോ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഗ്രീനാണ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇതിന് വേറെ ടൂൾസൊന്നുമില്ല, ഇത് ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോഴാണ് നമുക്ക് എന്ത് വേണ്ടത്, നമ്മുടെ പിന്ന് വേണ്ടത്. മനസ്സിലായോ? ഈ പിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കളർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബബിൾസ് വരും. ഈ ബബിൾസ് നമ്മൾ കൈയോടെ കുത്തി പൊട്ടിക്കണം, അല്ലെങ്കിൽ ആ ബബിൾസ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സൂചി കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ വരുന്ന ബബിളുകൾ കൈയോടെ മാക്സിമം പൊട്ടിച്ച് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ കളർ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഈ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ഔട്ട്ലൈനിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ കളർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഗ്രീൻ എടുത്തിട്ട് നമ്മൾ ഇലകളിൽ അപ്ലൈ ചെയ്യാൻ പോകണം. ഇതിങ്ങനെ വെറുതെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതോട് കൂടി തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ കണ്ടോ, അത് ഇവിടെ ഒരു ബബിള് വന്നു. ആ ബബിള് നമ്മൾ കൈയോടെ ഒന്ന് പൊട്ടിച്ച് കളയാം. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഒരു ലീഫ് അടിപൊളിയായില്ലേ? ഇനി നമ്മൾ അടുത്ത ലീഫിൽ കളർ ചെയ്യാൻ പോകണം. ഇപ്പോൾ നമ്മുടെ ഇലകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള 1-2 സംഗതികൾ കൂടി ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ഇലകൾ കഴിഞ്ഞു. ഈ ഇലകളിലേക്ക് പോകുന്ന തണ്ടുകളുണ്ടല്ലോ, അതും ഗ്രീൻ തന്നെയല്ല വരിക. അപ്പോൾ അതും കൂടി ഗ്രീൻ അടിച്ച് കൊടുക്കാം. ലീഫിൻ്റെ പരിപാടി നമ്മുടെ അവസാനിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പൂവുണ്ട്, മുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂവിനും മുട്ടിനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നത് റെഡ് ഉണ്ട്, അതുപോലെ പിങ്ക് എടുക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ യെല്ലോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യെല്ലോ ഈ പൂവും പൊടിക്കും, അതുപോലെ ചുറ്റുമുള്ളത് പിങ്കും ആക്കാം കേട്ടോ. പിങ്ക് ഫ്ലവർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പിങ്ക് അതുപോലെ തന്നെ കളറ് നമ്മുടെ തുറന്നെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ പൂവിൻ്റെ ഇതളുകളിൽ പിങ്ക് അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ ആക്കുന്നില്ല. സെൻറ്റർ ഭാഗത്ത് നമ്മൾ യെല്ലോ കളറ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കാരണം സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ ആക്കുന്നില്ല കേട്ടോ.
സെൻറ്റർ പോർഷനിൽ യെല്ലോ കൊടുത്ത് നോക്കാം കേട്ടോ. ഈ കാണുന്ന സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അവിടെ പൂമ്പൊടിയുടെ കളറ് യെല്ലോ ആണല്ലോ. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മുട്ടുകൾക്ക് റെഡ് കൊടുക്കുകയാണ്. നമ്മൾ 1-2 കളറുകൾ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഒന്ന് റെഡ് കൊടുത്ത് നോക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ അടിയിൽ ആ പിക്ചർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടിയിലൊരു എക്സാമ്പിൾ പിക്ചർ വെച്ചിട്ടുണ്ടല്ലോ. ആ പിക്ചർ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ OHP ഷീറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. OHP ഷീറ്റിൽ അത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഷീറ്റിലാണ്, കണ്ട. ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലെ ആ ഒരു പിക്ചറിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെയാണ് നമുക്ക് ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ വേറൊരു കളറ് പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി എന്നുള്ളത് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു ഗ്ലിറ്ററിങ് ഒരു ഗോൾഡൻ കളറ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതും A4 സൈസ് പേപ്പറാണ്. ഇത് ഈ OHP ഷീറ്റിൻ്റെ അടിയിലേക്ക് നമ്മൾ വെച്ച് കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ ബ്ലാങ്കായിട്ട് കിടക്കുന്ന പോർഷൻസൊക്കെ ഫില്ലാവും. അപ്പോൾ നമുക്കിതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കാം. ഇവിടേക്ക് ബ്ലാങ്ക് ആയിരുന്നത് ഇത് ഫില്ലായി. ഇനി ഇതിന് പകരം ഗോൾഡിന് പകരം യെല്ലോയോ ഗ്രീനോ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഇട്ട് നോക്കാം. അങ്ങനെ ഇട്ടുമ്പോൾ ഇതിൻ്റെ ഭംഗി കൂടി വരും കേട്ടോ. ഇനി ഇത് ഫ്രെയിമാക്കി നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഡെക്കറേറ്റീവായിട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം. OHP ഷീറ്റിൽ വളരെ അടിപൊളിയായിട്ട് ഒരു ഗ്ലാസ് പെയിൻറ്റിങ് മോഡൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ.